തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം വിയൂർ സെൻട്രൽ ജയിലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സുഗതൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഡെപ്യൂട്ടി മേയറുടെയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പുനഃ സത്യപ്രതിജ്ഞ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക്. അതിനുശേഷം സത്യപ്രതിജ്ഞ നടക്കുന്നതാണ്. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സുഗതനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മേയറടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ നിർണായകമായ ചടങ്ങിലേക്ക് കടക്കുമല്ലേ? തീർച്ചയായും കെ പി പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാവുന്ന ഒരു നടപടിക്രമം. കാരണം സുഗതൻ്റെ സത്യപ്രതിജ്ഞ തടസ്സപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ചെറുക്കപ്പെട്ടിരിക്കുന്നു. ഉന്നത നീതിപീഠം തന്നെ സുഗതൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് മേയർ വി വി രാജേഷ്, ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഒരു 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളുടെ എല്ലാ നീക്കങ്ങളെയും ചെറുത്തുകൊണ്ട്, അല്ലെങ്കിൽ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന, സുഗതൻ കൗൺസിലറായി ഉണ്ടാകില്ല എന്ന എല്ലാമുള്ള വെല്ലുവിളികൾ അപ്രസക്തമായിരിക്കുന്നു. ജനകീയനായ സുഗതൻ ജനങ്ങൾക്ക് കാണുക, അല്ലെങ്കിൽ നാടാകെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയായി മാറുകയും ചെയ്തിരിക്കുന്നു. ജയിലിൽ ഇപ്പോൾ ലൈബ്രറി ഹാളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജയിൽ അധികൃതർ. ആ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. 20 വാഴോട്ടുകോണം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് വിയൂർ സെൻട്രൽ ജയിൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്നത്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് അവർകളെയും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതനെയും സ്വാഗതം ചെയ്യുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മേയറെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏറ്റുപറയുന്നതിന് വേണ്ടി കൗൺസിലർ ശ്രീ ആർ സുഗതനെയും ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കെ പി ഏറ്റവും പ്രധാനമായ ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. 1 മിനിറ്റ് മാത്രം നീണ്ട ചടങ്ങുകൾ, അതായത് സത്യപ്രതിജ്ഞയുടെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ച് പൂർത്തിയായിരിക്കുന്നു ാണ്. അങ്ങനെ കോടതി നടപടി പ്രകാരം തന്നെ കൃത്യം 11 മണിക്ക് നടപടികൾ പൂർത്തിയായി. തിരുവനന്തപുരം മേയർ വി രേഖകളിൽ ഒപ്പുവയ്ക്കുന്നു. തിരുവനന്തപുരം മേയർ ഒപ്പം തന്നെ കൗൺസിലർ സുഗതൻ ഇപ്പോൾ തിരികെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തിരികെ അദ്ദേഹം മടങ്ങുന്ന ഒരു കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി മേയറും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ ഒരു ചരിത്രപരമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ജയിലിൽ വെച്ച് നടന്ന ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ, ആ ഒരു സത്യപ്രതിജ്ഞ പോലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടന്ന ആ നീക്കങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുകയും എല്ലാം ചെയ്തത്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും
പ്രധാനമെന്ന് പറയുന്നത് ഈ ഒരു അല്പസമയം മുമ്പ് ലൈബ്രറി ഹാളിൽ നേരത്തെ സൂപ്രണ്ടിൻ്റെ മുറിയിലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സുഗതൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. പോലീസ് ആ ദൃശ്യങ്ങൾ ഒന്നും എടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാം എന്നൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്, ജയിലധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കി മേയറടക്കമുള്ള ആളുകൾ പുറത്തേക്ക് പോയി അല്പസമയത്തിനകം അവരുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. സുഗതന്റെ ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയോഗ്യത അടക്കമുള്ള കാര്യങ്ങളായിരുന്നു സുഗതനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളുടെ അത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെങ്കിൽ ഹൈക്കോടതി അവിടെ കൃത്യമായി തന്നെ ഇടപെട്ടു. അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന ഒരു ഉത്തരവ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ജയിലധികൃതരോട് വിയൂർ സെൻട്രൽ ജയിൽ അധികൃതരോട് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 11 മണിക്ക് സത്യപ്രതിജ്ഞ വളരെ കുറഞ്ഞ ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. പൂർത്തിയായി. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനാൽ മേയർ ഈ ഒരു ലൈബ്രറി ഹാളിന് പുറത്തേക്ക് അദ്ദേഹം നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനുശേഷമായിരിക്കും നമ്മളോടക്കമുള്ള മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുക. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്കെല്ലാം എത്തിച്ചു ചേരാനുള്ള അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം ആസൂത്രിതമായി തന്നെ നടന്നിരുന്നു എങ്കിൽ അവിടെയെല്ലാം അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം. സുഗതന്റെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നെല്ലാമുള്ള ചർച്ചകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജയിലിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇടതിന്റെയും വലത്തിന്റെയും രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് കോടതിയുടെ നിർണായകമായ ഇടപെടലുണ്ടായത്. കഴിഞ്ഞ ദിവസം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. അതിനുള്ള ഒരു നടപടികൾ തന്നെയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയം മുമ്പാണ് നടന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം നഗരസഭ കൗൺസിലർ ആർ സുഗതൻ അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിയൂർ സെൻട്രൽ ജയിലിൽ ചടങ്ങ് നടന്നു. ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് തന്നെയാണ് വിയൂർ സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിച്ചത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇടതും വലതും കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ കുതന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. കോടതിയുടെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അനിവാര്യത എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അതൊരിക്കലും തടയാൻ സാധിക്കില്ല. അത് ഏത് തന്ത്രം ഉപയോഗിച്ചാലും ഏത് കുതന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ഇടതും വലതും ഒരുപോലെ ഇന്ത്യ സംഘം ഒരുമിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ ഏത് തരത്തിലായാലും ഏത് വിധേയനായാലും തടയുക എന്നുള്ള അടവുനയം പ്രയോഗിച്ചത്. പക്ഷേ അതൊന്നും വില്ലപ്പോയില്ല. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ 45 വർഷത്തെ ഇടത് ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട്
BJP അധികാരത്തിലേറിയപ്പോൾ അത് ഇടതിനെ മാത്രമല്ല വലത്തിനെയും വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അത് പലതവണ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണവുമായി ബന്ധപ്പെട്ടും അകത്തും പുറത്തും കണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാപ്പ ചുമത്തി ജയിലിലടക്കുന്ന സമീപനം UDF സർക്കാർ സ്വീകരിച്ചത്. ഇടതിൻ്റെ VK പ്രശാന്തിൻ്റെ അടക്കം മുൻ MLA VK പ്രശാന്തിൻ്റെ മുൻ കോർപ്പറേഷൻ മേയർ VK പ്രശാന്തിൻ്റെ അടക്കം കൃത്യമായ രീതിയിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് UDF സർക്കാർ ആഭ്യന്തര വകുപ്പ് നീങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇല്ലാത്ത കേസടക്കം ചുമത്തിക്കൊണ്ട് ബോധപൂർവം ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസുകളടക്കം ചുമത്തി കാപ്പ ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് പോയത്. പോലീസിൻ്റെ എല്ലാ ഒത്താശയും UDF സർക്കാരിൻ്റെ എല്ലാ ഒത്താശയും ഈ LDF-നും ഉണ്ടായിരുന്നു. ഇടതിൻ്റെയും വലത്തിൻ്റെയും ഒരുപോലെയുള്ള ആ ഒരു പ്രയത്നം അത് ഒരു പരിധിവരെ ഫലം കണ്ടു എന്നത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് സുഗതനെ അയക്കാൻ സാധിച്ചു. പക്ഷേ ആ ജനപ്രതിനിധി സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു, സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മേയർ VV രാജേഷാണ് സത്യവാചകം. ഇപ്പോൾ സുഗതന്റെ വസതിയിൽ നിന്നും വീട്ടിൽ നിന്നും MS വീണ ചേരുകയാണ്. വീണ, ചരിത്രപരമായ ആ ഒരു ദൗത്യം നേരിൽ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും തീർച്ചയായും ആ കുടുംബം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. KP, തീർച്ചയായും അത് തന്നെയാണ്. ചരിത്ര നിമിഷം സാക്ഷ്യം വഹിച്ചതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് സുഗതൻ്റെ ഭാര്യ അശ്വതിയും ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ BJP പ്രവർത്തകരും ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അവർ കൈയടിച്ചുകൊണ്ടാണ് ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിച്ചത്. എനിക്കൊപ്പം സുഗതൻ്റെ ഭാര്യ അശ്വതി ചേരുകയാണ്. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അതും ചരിത്രപരമായിട്ടുള്ളൊരു നിമിഷം. എന്ത് തോന്നി ഈ നിമിഷം? വാഴത്തോണത്തെ ജനങ്ങളുടെ വിധി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഈ 11 മണിക്ക് നടന്നത്. പിന്നെ കോടതി വിധിയിൽ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനവിധി ആണ് ഏറ്റവും വലുത്. ജനവിധി അംഗീകരിക്കുന്നതായി കോടതി ജനാധിപത്യത്തെ അംഗീകരിക്കൂ എന്നുള്ള ഒരു പ്രസ്താവന തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയിലെ വിധി എന്താ പറയുക, അംഗീകരിക്കുന്നതായിട്ട് ചെയ്യുന്നു. ജനങ്ങൾ നൽകിയ ആ ഒരു പിന്തുണ അതിപ്പോഴുമുണ്ട്. ഇനി എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ഒത്തുകളി ഉണ്ടെങ്കിൽ പോലും വട്ടിയൂർക്കാവിലെ ജനത സുഗതൻ എന്ന ജനപ്രതിനിധിയോടൊപ്പമാണ്, കൗൺസിലർക്കൊപ്പമാണ്. ആ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയല്ല, അത് വീണ്ടും ഉറപ്പിക്കുന്നതല്ലേ, വീണ്ടും ഒരു ചരിത്രപരമായിട്ടുള്ള വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞതിലൂടെ വ്യക്തമാകുന്നത്? തീർച്ചയായും തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ കുറേ കേസുകളുടെ നടുക്ക് പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ജനങ്ങളുടെ വിധി, ജനങ്ങൾ അത് അംഗീകരിക്കുന്നു. വീണ്ടും അത് തന്നെയാണ് അവർക്ക്, അവരുടെ അംഗീകാരം അത് തന്നെയാണ് എന്നുള്ള ഒരു ഇതാണ് ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അശ്വതിയെ പറയുകയാണെങ്കിൽ അന്ന് നടന്ന പോലീസിൻ്റെ സംഘർഷം, ഒപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമങ്ങളിലൊക്കെ ആക്രമണത്തിനിരയായതാണ്. പക്ഷേ മനോധൈര്യം ഒപ്പം ചേർത്ത് നിർത്തി ആ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനൊപ്പം നിന്ന്, ഒപ്പം തന്നെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണല്ലോ ഇപ്പോൾ സാക്ഷ്യം വഹിച്ച സത്യപ്രതിജ്ഞ ചടങ്ങ്. സത്യമായിട്ടും അത് എൻ്റെ പ്രാർത്ഥനയല്ല, ഈ വാഴോട്ടുകോണം ഓട്ടിട്ട ഓരോ ജനങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് പേരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും, കാരണം നമ്മുടെ സത്യം എന്നും ജയിക്കും എന്നുള്ള ഒരു തന്നെയാണ് അവരും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ. ആ ഒരു പിന്തുണ തന്നെയാണ് എനിക്കൊരു മനോബലമായിട്ട്. പിന്നെ നമ്മുടെ BJPയുടെ നമ്മളെ ചേട്ടന്മാരെല്ലാവരും നല്ല രീതിയിലൊരു പിന്തുണയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും BJP പ്രതിനിധികൾ, അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ട്. കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തുകയാണ് BJP. ഒരു പ്രസ്ഥാനം എന്നതിലുപരി ഒരു വീഴ്ച വരുമ്പോഴും ഒരു ഉയർച്ച വരുമ്പോഴും എപ്പോഴും കൂടെ നിൽക്കുന്നു. ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ തെളിവാണ്. ഈ ഒരു നിമിഷം അവരും ഇവിടെ ഇരുന്ന് അശ്വതിക്കൊപ്പം അല്ലേ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിച്ചു? സത്യമായിട്ട് അത് അന്ന് ആ സംഭവം നടക്കുന്ന ജൂൺ 9 മുതൽ ഇന്ന് ഈ നിമിഷം വരെയും നമ്മുടെ പാർട്ടിയിലുള്ള എല്ലാ പ്രവർത്തകരും ഒരു സഹോദരി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിച്ച് നമ്മൾ കൂടെയുണ്ട്, ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള നമുക്കൊരു ധൈര്യം തരുന്ന രീതിയിലുള്ള ഇതാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വട്ടിയൂർക്കാവ് ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടോ സുഗതന് വേണ്ടിയിട്ട്? എല്ലാവരും പ്രാർത്ഥിക്കണം, സത്യമെന്നും തിരിച്ചു വരും എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ കുറേ കള്ളക്കേസുകളുടെ നടുവിൽ നിന്നും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, വാഴത്തോണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസവും. അത് തന്നെ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കണമെന്നും പറയുന്നു.
അശ്വതി അത് തന്നെയാണ് പറയുന്നത്. അശ്വതിയുടെ വാക്കുകൾ അത് തന്നെയാണ്. സത്യം എപ്പോഴും പുറത്തു വരും. അതുപോലെ തന്നെ സുഗതന് വേണ്ടി പറയാനുള്ളത് വട്ടിയൂർക്കാവ് ജനതയോട് അവർക്കൊപ്പമുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് സുഗതന് വേണ്ടി അശ്വതി പ്രതികരിച്ചത്. തീർത്തും ഈ ഒരു കുടുംബം സത്യപ്രതിജ്ഞ ചടങ്ങ് സന്തോഷപൂർവ്വമാണ് വീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിയമ പോരാട്ടം തുടരുമെന്ന് കൂടിയാണ് ഇവർ അറിയിക്കുന്നത്. KP. യെസ്, ആർ സുഗതന്റെ വസതിയിലും MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇത് തന്നെയാണ് സുഗതന്റെ ഭാര്യ ജനം TVയോട് പ്രതികരിച്ചത്. ഏത് തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇടതും വലതും പയറ്റി കഴിഞ്ഞാലും അത് സാധാരണ ജനങ്ങൾ തിരിച്ചറിയും. നിയമവ്യവസ്ഥയടക്കം തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യം. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. എല്ലാ തരത്തിലും BJPയുടെ നേതാക്കൾ, BJPയുടെ പ്രവർത്തകർ, BJPയുടെ ആ ഒരു കുടുംബം തങ്ങളോടൊപ്പം ഉണ്ടായി എന്നുള്ള ആ ഒരു അഭിമാനവും അവർ ജനം TVയോട് പങ്കുവയ്ക്കുകയുണ്ടായി.